Kavita Gold and Diamonds. Choose your special. വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം ചോദ്യോത്തരവേളയിൽ പാർലമെന്റിൽ ഉന്നയിച്ച വയനാട് MP പ്രിയങ്ക ഗാന്ധി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 90ഓളം പേർ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇരകളായിട്ടുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സതീഷ് എന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവവും പരാമർശിച്ചു. സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മതിയായ നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുന്നതിനെക്കുറിച്ചുമായിരുന്നു ചോദ്യം ഉന്നയിച്ചത്. ആക്രമണത്തിന് ഇരകളാകുന്ന കർഷകർക്കും സാധാരണ മനുഷ്യർക്കും നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. Honorable Speaker, sir, I would like to add to the question on the animal-man conflict. In my constituency of Wayanad, in the last 1 year, 90 people have been affected by this conflict. And just yesterday, there was an attack by wild animals, by a wild elephant on someone. So I would also like to ask that the compensation be increased, especially for farmers and for ordinary people who are being affected by this conflict. Thank you. കോട്ടയം പാല പൊൻകുന്നം റോഡിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം പിഞ്ചുകുട്ടി ഉൾപ്പെടെ കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റു. കാറിൽ യാത്ര ചെയ്തിരുന്ന ഇലിക്കുളം സ്വദേശി ജയലക്ഷ്മി, മക്കളായ ലോറൽ, ഹെയ്ലി എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ പുനരന്വേഷണത്തിന്റെ ഭാഗമായി